ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. +2 SSLC USSS പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ മദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ഉം 90%-ലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയും 9 A+ നേടിയ വിദ്യാർത്ഥികളെയും USS പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കൂടാതെ 2023-24 വർഷത്തെ SSLC ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വിജയാരവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് സെറിമണി ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസിലി പോൾ സ്വാഗത ഭാഷണം നടത്തി. UPSC സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ M തസ്ലീം, വോയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റും മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ KK അബ്ദുറസാഖ് ഹാജി, മദർ സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് ജോസഫ്, MPTA പ്രസിഡന്റ് ശ്രീമതി തസ്നീം എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്പിൻ MLAക്ക് ഉപഹാരം നൽകി. തുടർന്ന് +2 SSLC USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റും PTA ഉപഹാരം നൽകി അനുമോദിച്ചു. കൂടാതെ കാർത്തിക് രമേശിന്റെ പാവന സ്മരണാർത്ഥം കാർത്തികിന്റെ സഹപാഠികളായ കഴിഞ്ഞ SSLC ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും കാർത്തികിന്റെ മാതാപിതാക്കൾ സ്നേഹോപഹാരം നൽകി. MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി സമീറ, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി സീനത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീമതി ജിൻസി, സക്കീന, സീനത്ത് ഷരീഫ്, ട്രഷറർ ശ്രീ ഹസൻ ചെക്കുങ്ങൽ, ശ്രീ സലീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അനുപമ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ സ്കൂളിൽ 3-ാം തീയതി നമ്മൾ സ്കൂൾ തുറന്നു. അന്ന് മുതൽ ആഘോഷങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. ആദ്യത്തെ ദിവസം നമുക്ക് പ്രവേശനോത്സവത്തിൻ്റെ ആഘോഷമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അതിപ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങ് നമ്മുടെ കുട്ടികളെ വിജയാരവം എന്ന പേരിട്ട് നമ്മൾ ഒരു ആരവം തന്നെ മുഴക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും വലിയൊരു സദസ്സ് ഇതാക്കാൻ കാരണം ആഘോഷങ്ങളുടെ ഒരു തുടർക്കഥ നടക്കണമെങ്കിൽ നമ്മുടെ കർമ്മം നന്നായിരിക്കണം. വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ആദരിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് അധ്വാനിച്ച് രാത്രിയെ പകലാക്കി ആ ഒരു കർമ്മത്തിലൂടെ വിജയം നേടിയവരാണ്. ഇത്രയും വലിയൊരു സദസ്സിൽ വെച്ച് അവരെ ആദരിക്കുക, ആശ്ലേഷിക്കുക, അവരുടെ വിജയത്തെ അംഗീകരിക്കുക, അതിനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ 2023-24 PTA ഒരു അവസാന ഔദ്യോഗിക പരിപാടിയായി ആയിട്ട് നമ്മൾ വർഷം തോറും ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാറ്. അതിന് അടുത്ത തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ ജനറൽ ബോഡി വരും, കാര്യങ്ങൾ പുതിയ PTA ചുമതലയിൽ വരും. എന്നാലും ഈ PTA വളരെയേറെ അഭിമാനമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു വലിയ വിജയമാണ് നമ്മുടെ സ്കൂളിന് സമ്മാനിച്ചിട്ടുള്ളത്. 10ാം തരത്തിൽ വലിയ ഒരു A+, വലിയ തോതിലുള്ള അംഗങ്ങളാണ് A+ കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ നല്ല 9 A+കാരും നമുക്ക് അഭിമാനം ഉണ്ടാക്കി തന്നു. +2-ൽ വലിയൊരു ശതമാനം, മോശമല്ലാത്തൊരു ശതമാനം വിജയം അവിടെയും വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ സ്കൂളിൻ്റെ ക്യാമ്പസിൽ വളരെ ഭംഗിയായിട്ട് ആദരിക്കുക എന്നതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ ഒരു വലിയ പ്രത്യേകത, നമ്മുടെ അകാലത്തിൽ
പൊലിഞ്ഞുപോയ ഒരു വിദ്യാർത്ഥിയുടെ പാവന സ്മരണയ്ക്ക് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പരീക്ഷ എഴുതി പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സ്നേഹോപഹാരം നൽകുന്നു എന്നതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. എന്നെ ക്ഷണിച്ചതിന് നിങ്ങളുടെ PTA പ്രസിഡന്റിനും പ്രധാന അധ്യാപികക്കും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുക കൂടി ചെയ്യുന്നു. ഫാത്തിമ മാതാ സ്കൂൾ അത് ഒരാവേശകരമായ നാമമാണ്. പേരുകൊണ്ടും നിങ്ങളുടെ പ്രശസ്തി കൊണ്ടും ഉന്നതമായ നിങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം കൊണ്ടും നമ്മുടെ ഈ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ അപൂർവം സ്കൂളുകൾ മാത്രം 100% വിജയം കൈവരിക്കുന്ന ഒരു കാലത്ത് 1, 2 അല്ലെങ്കിൽ 3 വിദ്യാലയങ്ങളിൽ മാത്രം ആ പ്രശസ്തി പത്രം ചാർത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫാത്തിമ മാതാ സ്കൂൾ അതിൻ്റെ മുൻവരിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനും യുവജന സംഘടനാ പ്രവർത്തകനുമൊക്കെയായി ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ സ്കൂൾ അഭിമാനത്തോടു കൂടി കാണാൻ ഞങ്ങളുടെ പ്രദേശത്ത് 100% വിജയം വരിച്ച ഒരു വിദ്യാലയമുണ്ടെന്ന് വിളിച്ചു പറയാൻ കാരണമാക്കിയ ഒരു സ്ഥാപനമാണ് തിരൂരിലെ ഫാത്തിമ മാതാ സ്കൂൾ. ഹൃദയം തൊട്ട് നിങ്ങൾ അഭിനന്ദിക്കുന്നതിനോട് കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഈ വലിയ വിജയം സമ്മാനിച്ചതിന് ഞാൻ എൻ്റെ കുട്ടികളെ ഹൃദയം തൊട്ടുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങളുടെ രക്ഷാക്കളുടെയും അധ്യാപകന്മാരുടെ മുമ്പിൽ വെച്ച് നൽകാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും. ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ദോസ് ഹു ഹാവ് സെക്യൂർഡ് full A+, 9A+, 5A+, whatever, those who have passed this examination, you have made the school, the teachers and your parents proud. Am I right? അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള കുട്ടികളും. It is a day of pride and joy for you all. ഈ പേര് വിജയാരവം എനിക്ക് നല്ല ഇഷ്ടമായി. എന്തുകൊണ്ടത്? സക്സസ് ഇസ് ടു ബി സെലിബ്രേറ്റഡ് ആൻഡ് ടു ബി സെഡ് അലൗഡ്. നിങ്ങളിത് നേടിയെന്ന് എല്ലാവരും അറിയണം. നിങ്ങളുടെ പാരൻസിന് സന്തോഷമാവണം, ടീച്ചേഴ്സിന് സന്തോഷമാവണം, അല്ലേ? ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് രാത്രി ടീച്ചേഴ്സ് ഇരുത്തി പഠിപ്പിക്കാറൊന്നുമില്ല. ബട്ട് I was really astonished to hear that your teachers were spending their nights for you. അല്ലേ? രാത്രിയൊക്കെ ഇവിടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. It was a surprise for me, but I was really surprised to know that your teachers have put a lot of effort to see that you pass the examination and fly high, right? So നമ്മൾ ഏതൊരു സക്സസിൻ്റെയും ശില്പി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ ടീച്ചേഴ്സാണ്. along with that the struggles of your parents who made sure that you get the best education available. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അതിസുന്ദരമായിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മളെ ഈ പൂക്കയിൽ ഇരിക്കുന്ന നമ്മളുടെ ഈ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ. കാരണം ഞാൻ വോയിസ്ക ഇൻ്റർനാഷണലിൻ്റെ ഒരു പ്രതിനിധിയാവുമ്പോൾ പ്രകൃതിയോട് കുറച്ച് സ്നേഹം, നിങ്ങളെ പ്രിൻസിപ്പാൾ ഇവിടെ പറഞ്ഞു വോയിസ്ക ഇൻ്റർനാഷണലിൻ്റെ അതിൻ്റെ ഫുൾ ഫോം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എടുക്കുന്നില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രകൃതി സംഘടനയായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ വോയിസ്ക ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ജാപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള 1961 രൂപീകരിക്കപ്പെട്ട സംഘടന. അത് ഇന്ന് കേരളത്തിൽ അതിൻ്റെ ആധികാരികമായിട്ടുള്ള സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കന്മാരൊക്കെ വളരെ പ്രഗത്ഭരാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയകുമാർ സാർ എല്ലാവർക്കും അറിയാം, നമ്മളെ സർവകലാശാലയിലെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്കൂളിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റർ ഏകദേശം 40 വർഷത്തിന് മുമ്പ് ഹെൽത്ത് സിസ്റ്റർ, അതുപോലെ തന്നെ മേഴ്സ് സിസ്റ്റർ, റോസമ്മ എന്നാണ് യഥാർത്ഥത്തിൽ റോസ് സിസ്റ്റർ എന്നാണ് ഞങ്ങൾ വിളിക്കല്, അതുപോലെ ജോസിലിയാസ്. അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയാണ്, നോട്ട് എബോവ് 90%. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്,
ഇവിടെ നമ്മുടെ ക്രിസ്ത്യനെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ പവർ. നമുക്ക് ആരും മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ ഒരു ടൂൾ ഒരിക്കലും ഫിനാൻസ് അല്ല, എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് മാത്രമാണ്. നമുക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ടോ അത്രത്തോളം നമുക്കുള്ള ഒരു പവറാണ്. IPS ഒന്നും കാണാമറിയത്ത് എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കിട്ടുന്ന ഒന്നായിട്ട് മാറരുത്. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിട്ടയോടുകൂടി പഠിച്ചാൽ, ആത്മവിശ്വാസത്തോടുകൂടി, സ്ഥിര പരിശ്രമത്തോടുകൂടി നിങ്ങൾ ഇപ്പോഴേ നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളും ഓരോ IPSഉം ഓരോ IASകാരനും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലെവൽ വരെ എത്താൻ എല്ലാവർക്കും തന്നെ കഴിയട്ടെ. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം. ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.